1970 മുതൽ പല ഇലക്ഷനിലും കാണുകയും പ്രവർത്തിക്കുകയും സ്ഥാനാർത്ഥിയായി നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നീണ്ട അനുഭവ പാരമ്പര്യമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ജനങ്ങൾ BJPയെ വളരെ ഗൗരവത്തിൽ തന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ പ്രദേശത്തും നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്ത് ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ച് ഇത് നമ്മുടെ തലസ്ഥാന നഗരിയാണല്ലോ അനന്തപുരി. ഈ അനന്തപുരിയുടെ ഒരു ഗതകാല പ്രഭാവം അത് തിരിച്ചു പിടിച്ച് അനന്തപുരിയിൽ ഒരു മാതൃകാപരമായ വികസനം സാക്ഷാത്കരിച്ച് കൊടുക്കാൻ കഴിയുന്ന പദ്ധതികളും രൂപരേഖകളും അജണ്ടകളും എല്ലാം ഞങ്ങൾ ആവിഷ്കരിച്ച് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വികസിത അനന്തപുരി എന്ന ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ വളരെ സുസംഘടിതമായി ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ രാവിലെ മുതൽ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ന് വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥികളുടെ കൂടെ ഗൃഹസമ്പർക്കം നടത്തി, കുടുംബസംഗമത്തിൽ പങ്കെടുത്തു, പ്രവർത്തക യോഗത്തിൽ പങ്കെടുത്തു. ഇന്നലെ നമ്മുടെ ഇവിടെയായിരുന്നു ഏഴാം ഡിവിഷനിൽ ചെങ്കോട്ടുകോണം, അവിടുത്തെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണ ഇലക്ഷൻ കൺവെൻഷനിൽ പങ്കെടുത്തു. എല്ലായിടത്തും വളരെ സീനിയറായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ യുവാക്കളും ഒരുപോലെ ഈ പ്രവർത്തന രംഗത്ത് BJP സ്ഥാനാർത്ഥികളുടെ കൂടെയുണ്ട്. ഈ വികസിത അനന്തപുരി എന്ന ആ ഒരു അജണ്ട അത് നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് പിന്നെ അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവും വികാരവുമുണ്ട്. ഒരിക്കലും ഒരിടത്തും കാണാത്ത തരത്തിലാണ് ദശലക്ഷക്കണക്കിന് എന്നല്ല കോടിക്കണക്കിന് അയ്യപ്പന്മാർ ദർശനം നടത്തുന്ന വിശ്വവിശ്രുതമായിട്ടുള്ള ഈ ശബരിമലയിൽ സ്വർണം കൊള്ള. ആ സ്വർണം കൊള്ള നടത്തിയത് സത്യത്തിൽ ഈ പിണറായി സർക്കാരാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പിണറായി സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിൽ വലിയ പങ്കുണ്ട്. അതിൽ നിന്നും ആരെയെങ്കിലും ഒറ്റതിരിഞ്ഞ് കുറ്റവാളിയാക്കി ആ മഹാപാപത്തിൽ നിന്നും കൈകഴുകി രക്ഷപ്പെടാൻ വേണ്ടി CPMന് സാധിക്കുകയില്ല. CPMൻ്റെ നേതൃത്വത്തിൽ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും വിശ്വാസികളാണ്, ഭക്തന്മാരാണ്. അതിൽ അയ്യപ്പ ഭക്തന്മാരുടെ സംഖ്യ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തന്മാരുണ്ട്. അവരുടെ വിശ്വാസത്തെയാണ്, അവരുടെ സമർപ്പണത്തെയാണ് ഈ സർക്കാർ പിന്നിൽ നിന്ന് കുത്തി വഞ്ചിച്ചിട്ടുള്ളത്. ഇതിനുള്ള ഒരു വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.